സ്റ്റോറി അഭിനയിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് കാണാം, റമദാൻ സീരീസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒരു റമദാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇന്നിവിടെ റമദാൻ 1 മാർച്ച് 1. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എണീച്ച് ഇനി എന്താ പരിപാടി, രാവിലെ അല്ലോട്ട് ഉച്ചയ്ക്കണം. ഇവിടെ നല്ല തണുപ്പൊക്കെയാണ്. പിന്നെ അത്താഴത്തിന് എണീച്ച് കിടന്നപ്പോൾ നമ്മൾ ഉച്ചയായി എണീക്കാൻ, ഒരു 11 മണി 11:30 ആയി. ഇനി നമുക്ക് എന്താണ് പരിപാടി, നമുക്ക് അസുലുവിന് ഫുഡ് കൊടുക്കണം. ഓക്കെ ഓക്കെ പറ ഏ. അപ്പം നമ്മളിതിൽ അസുലുവിന് ചെറുപയർ വെച്ചിട്ടുണ്ട്, നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കഞ്ഞിയും ചെറുപയറും കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കൻ ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് വൈകുന്നേരത്തിന് നോമ്പ് തുറക്കാൻ പത്തിരിയും ചിക്കൻ കറിയും വേണം. അപ്പോൾ നമ്മുടെ അസുലുവിൻ്റെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് അസുലുവിന് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങളെ സഹായിക്കുന്ന മക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണേ. ഓൻ തന്നെ വലിച്ച് പുറത്തേക്ക് ഇട്ട പാത്രങ്ങളാണ്, പിന്നെ കുട്ടി എന്നെ എടുത്തേക്കണം. ഗുഡ് ബോയ്. എടുത്തുവെച്ചിട്ടാ കഴുകി വൃത്തിക്ക് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് എല്ലാതും ഇട്ടു. ഇനി കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങും കൂടെ ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇടുക. പിന്നെ ഇതൊരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നും ആയിരിക്കില്ല കേട്ടോ, കാരണം ഞാനിത് ഞങ്ങളിവിടെ സാധാരണ ഉണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നും ആയിരിക്കില്ല ഇത്. അപ്പം ഞാൻ ഇതൊക്കെ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ വെച്ചിട്ട് വിസിലടിപ്പിച്ചാലാണ് ഞങ്ങൾ. ഇതൊക്കെ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൈയ്യായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വിസിലടിപ്പിക്കാറാണ്, വെള്ളമൊന്നും ഒഴിക്കാണ്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വെക്കാറ്. നിങ്ങൾ സാധാരണ ചിക്കൻ കറി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വെക്കുക, പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ഇവിടെ വെക്കാറ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കനും കിഴങ്ങും എല്ലാം ഇതിൽ നിന്ന് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. കട്ട്ലൈറ്റിൽ നിന്നുള്ളതും ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പോകുന്ന വെച്ച് കറി വായിക്കിട്ടുള്ളൂ, എളുപ്പപ്പണിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വിസിലടിപ്പിക്കില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. പിന്നെ ഞാൻ അധികം ഓയിൽ യൂസ് ആക്കാറില്ല ഇതിക്ക്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 വിസിൽ വന്നാവും, 2-3 വിസിൽ വന്നതിൻ്റെ ആവും. ഇപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കട്ട്ലൈറ്റിനുള്ള മസാല ഉണ്ടാക്കാം. ചട്ടി ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയിൽ ഓയിലൊന്നും ഒഴിച്ചില്ല കേട്ടോ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൽ തേങ്ങ വറുത്തരക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇതിക്ക് ആവശ്യമായിട്ടുള്ള അരിഞ്ഞിട്ടിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചക്കുട്ട് പോകുമ്പോൾ നമുക്ക് അരിഞ്ഞിട്ടുള്ള സവാള കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞിട്ടുള്ള സവാള. പിന്നെ നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ ഇങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് തട്ടിക്കുട്ടി സിമ്പിൾ റെസിപ്പി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തതായി നമുക്ക് പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പൊടി വാട്ടി കുഴച്ചുണ്ടാക്കണം. അപ്പോൾ അതിന് 2 ഗ്ലാസ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് കുക്കിംഗ് അധികം അറിയാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റിലൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായി ശരിയാവാറുണ്ട്, എനിക്ക് അതാണ് ഇപ്പോൾ എളുപ്പം തോന്നാറ്. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിരിക്കുന്നത്. നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മളിത് നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ച് ഇളക്കിയെടുത്തിട്ട്
അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കധികം കുഴക്കേണ്ടി വരില്ല പിന്നീട്. അപ്പോൾ നന്നായി വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ആരോട് എത്ര വെള്ളം വെക്കണം എന്ന് ചോദിച്ചാലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം ആരോട് ചോദിച്ചാലും എല്ലാവരും പറയാം ഒരു ഏകദേശ കണക്കിന് ഞങ്ങൾ വെക്കും, അങ്ങനെ ഇന്നതൊന്നുമില്ല, ഒരു ഏകദേശ കണക്കിന് അവർക്ക് അറിയുന്ന ഒരു ഇതിലാണ് വെക്കുക. അപ്പോൾ ആ ഒരു ഏകദേശ കണക്ക് എനിക്കിതുവരെ പഠിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ് ഈ സംഭവം. അപ്പോൾ എനിക്കിതിപ്പോൾ നന്നായി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റുന്ന പത്തിരി കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നും ഇങ്ങനെയാണ് ചെയ്യാറ്. നമ്മളിത് നന്നായി കട്ടറൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കധികം കുഴക്കേണ്ടി വരില്ല, എളുപ്പത്തിൽ പരത്തിയെടുക്കാം. നമ്മളെ പത്തിരിയുടെ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ ബോൾസ് എടുത്ത് ഉരുളകളാക്കി പരത്തിയെടുത്താൽ പത്തിരി റെഡിയാവും. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട് വരാം. നമ്മുടെ പത്തിരിക്ക് ഇവിടെ പരത്തി കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ്, എത്രയാണ് വെള്ളം എടുക്കൽ, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ സെറ്റ് ആയിക്കണം. ഇനി ഇതൊന്ന് കിഴങ്ങും ചിക്കനൊക്കെ എടുത്ത് നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കണം. ബാക്കി നമുക്ക് തേങ്ങ അരച്ച് കറിയാക്കണം. ഓക്കെ, ഇനി ചിക്കൻ കറിക്ക് തേങ്ങ വറുത്തരക്കാനുള്ള പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതിൽ തേങ്ങ വറുത്തെടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് ജീരകവും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യത്തിന് തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കണം. പിന്നെ തേങ്ങയുടെ കളറൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കി വറുത്തെടുക്കണം. ഇന്ന് ചെയ്യാൻ സമ്മതിക്കാണ്ട് ഒരാൾ എൻ്റെ മേത്ത് കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ ഈവനിങ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ? നമ്മളിവിടെ തേങ്ങ വറുക്കാണ് എന്ന് പറഞ്ഞത്. അപ്പം ഞാനതൊക്കെ കുറച്ച് ചിക്കൻ മസാലയും കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനെടുത്തിട്ട് ചെയ്യുന്നത് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതായി വരുമ്പോൾ ഒരു ചൂടാറിയിട്ട് അരച്ചിട്ട് ചിക്കൻ കറി വയ്ക്കാം. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോകുന്നു. അപ്പോൾ ഒരാളിൻ്റെ കൂടെ നിസ്കരിക്കാൻ പോന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അസ്ലുവിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം കടന്നപ്പോഴത്തേനും പെട്ടെന്ന് സമയം പോയി. അപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുത്തുള്ള കുറച്ച് വീഡിയോസാണിത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലൈറ്റിൻ്റെ ഇത് ഷേപ്പാക്കിയെടുത്ത് കോൺഫ്ലവറിൽ ജസ്റ്റ് ഒന്ന് മുക്കി പിന്നെ മുട്ടയിലും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്ത് അങ്ങനെ കട്ട്ലൈറ്റ് അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ നേരത്തെ തേങ്ങ വറുത്ത് റെഡിയാക്കി വെച്ചിരുന്നത് അത് അരച്ച് ചിക്കൻ കറിയും സെറ്റാക്കി. പിന്നെ പത്തിരി പരത്തി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചുട്ടെടുക്കാനും കൂടെ ഉണ്ടായിരുന്നു. അതുകൂടിയും ചുട്ട് എല്ലാം കൊണ്ടുവച്ചപ്പോഴേക്കും പിന്നെ ബാങ്ക് കൊടുക്കാനായി. പെട്ടെന്ന് ബാങ്ക് കൊടുത്ത് പിന്നെ നോമ്പുറൊക്കെ കഴിഞ്ഞ് അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.